എന്താ ഇവിടെ ഒരു ഉന്നതതല സമ്മേളനം? ദീപകിന്റെ മരണം എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല മനുഷ്യൻ എന്നുള്ള നിലയിൽ എനിക്കും. ഇതാര് ഉണ്ണിയാർച്ചയോ? ആർച്ചയുടെ നാവിന്നാണോ കീഴടങ്ങളുടെ ആ സ്വരം ഞാൻ കേട്ടത്? പക്ഷെ ആ വീഡിയോയുടെ ഒരു കൺക്ലൂഷനിലെത്താനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. കാരണം അത് കൺക്ലൂസീവ് ആയ ഒരു വീഡിയോ ആണ്. അവർക്ക് അത് സംഭവിച്ചിട്ടില്ല. ദീപകിനെ അവന് മനഃപൂർവ്വം കൊല്ലാൻ അത് പറയാൻ എനിക്കൊരു നാണവുമില്ല. അതിന് കൺക്ലൂഷനിലെത്താൻ എനിക്ക് നിയമവ്യവസ്ഥയിൽ നല്ല വിശ്വാസമുണ്ട്, അതിന്റെ മൊറാലിറ്റിയിലും വിശ്വാസമുണ്ട്. രാഹുലിനെ അബ്യൂസ് ചെയ്ത് പരിചയമുണ്ടോ? ആർക്കെങ്കിലും ഇല്ല. അവരുടെ മൈൻഡ് സെറ്റ് അറിയോ? അതുകൊണ്ടൊന്നുമില്ല. നമുക്കറിയാം. അറിയാമോ? അറിയില്ല. എന്നാ അറിയണം. ഞങ്ങൾ ബസ് There are some psychological reasons. ചോദ്യം വേണ്ട, വിവരമുള്ളവർ പറയുന്ന കേട്ടാ മതി. അത് വിവരമുള്ളവർ പറയുമ്പോഴേ. പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരാൾ അടുത്ത് വന്ന് നിന്ന് അവന്റെ കൈ അനങ്ങിയാൽ നമുക്കറിയാം. ഓഹോ, നിനക്കപ്പോൾ സന്ദേശങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ? ഈ സ്ത്രീയുടെ തലക്കല്ല താറാറില്ലല്ലേ? എനിക്കറിയാം. എന്താ നിന്റെ ഉദ്ദേശം മിസ്റ്റർ ഫിലിപ്പോസ്? ഇതിനെ അയ്യോ നിനക്ക് എന്താണ്? അല്ലെങ്കിലും രമയ്ക്ക് ഇത്തിരി സ്വാതന്ത്ര്യമോഹം കൂടുതലാ. കേരളം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രിയായ ശ്രീ ഉമ്മൻചാണ്ടി വ്യാജപരാതിയിൽ കുടുങ്ങിയ ആളാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കണ നിവിൻ പോളി എന്ന വ്യക്തി കൊച്ചി നിൽക്കുമ്പോ ദുബായ് വെച്ച് റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. ആ പെൺകുട്ടിയോട് പോലീസ് ചോദിച്ചപ്പോൾ പെൺകുട്ടി എന്ത് പറഞ്ഞറിയോ? ഉറക്കപ്പിച്ചിൽ ഡേറ്റ് മാറിപ്പോയതാണ്. 11 പേർക്കെതിരെ കള്ളപ്പരാതി എന്നിട്ടാണ് സാറ് പറഞ്ഞ ബാലേന്ദ്ര മേനോൻ സാർ കോടതിയിൽ പോയി. കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു ആണിനും അഭിമാനം ഉണ്ടെന്ന്. അതിനിപ്പോ ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. പെട്ടെന്നുള്ള ദേശത്ത് കൊച്ചി ഒന്ന് കയർത്തു, അത്രയല്ലേ ഉള്ളൂ. അതിപ്പോ നമ്മൾ കണ്ടില്ലാന്ന് വെച്ചാ പോരെ. 11 പേർക്കെതിരെ, വേറൊരു പെൺകുട്ടി 14 പേർക്കെതിരെ ഫേസ്ബുക്കിൽ പരാതി ഇടുകയാണ്. ഉടനെ മീഡിയക്കാരെല്ലാം ഓടിച്ചെല്ലുന്നു. അതൊന്നും എന്റെ വിഷയമാവില്ല. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരു കുടുംബം വേണം. എത്ര പേർക്കെതിരെ കള്ളപ്പരാതികൾ വന്നു നമ്മൾ കണ്ടതല്ലേ? അതങ്ങനെ കുറ്റപ്പെടുത്താൻ അല്ലാതെ കുടുംബത്തിന് ഒരു പ്രയോജനം ഇല്ലല്ലോ. ഐശ്വര്യ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞു, ബസ്സിൽ കേറുമ്പോൾ തന്നെ അറിയാം ആണുങ്ങൾ കയ്യും കാലും കേറുമ്പോൾ തന്നെയല്ല, അവരുടെ മൂവ്മെന്റ്സ് കാണുമ്പോൾ പൊതുവെ നേരത്തെ സൂചിപ്പിച്ചത് ഒരു ബസ്സിലോ അല്ലെങ്കിൽ ട്രെയിനിലോ യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പുരുഷന്റെ ഭാഗത്ത് നിന്ന് മോശമായ ഒരു പെരുമാറ്റം ഉണ്ടായാൽ അവിടെ ഇരിക്കുന്ന പുരുഷന്മാരൊന്നും അതിനെതിരെ പ്രതികരിക്കാത്തവരാണെന്ന് നിങ്ങൾ പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് അല്ല, തെറ്റാണ്. സമ്മതിച്ചേ? ആണല്ലോ. സ്ത്രീകൾ മൊബൈൽ ഫോണിനെ വെപ്പണായി ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും പരിപാടി തന്നെയാണ്. കാരണം എവിഡൻസ് കൊണ്ടുവരുമെന്ന് ചോദിച്ചാൽ നമ്മൾ പക്ഷെ അതെടുത്തിട്ട് റീച്ചിന് വേണ്ടി ഉപയോഗിക്കുക, മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ അത് പരാതിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നെങ്കിൽ അത് വളരെ കൃത്യമായിട്ടുള്ള ആക്ട് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. അവനവന്റെ ഉത്തരവാദിത്വം മറക്കുകയും ചെയ്യും, സ്ഥാപനത്തിന്റെ ഉടമയെ വിമർശിക്കുകയും വേണം. അങ്ങനെ ഇപ്പൊ വല്ലവന്റെ ചെലവിൽ വിപ്ലവം ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ.